ഇതാ വായിലൊന്ന് വെച്ച് കൊടുത്താൽ മതി കേട്ടോ, ഇങ്ങനെ അലിഞ്ഞു പോവും. നല്ല അടിപൊളിയായിട്ടുള്ള പാൽക്കപ്പി, നല്ല എന്താ പറയല്, പെപ്പറിൻ്റെ നല്ല കുരുമുളകിൽ വരട്ടിയെടുത്ത ബീഫും. എൻ്റെ അമ്മോ, എന്ത് പാങ്ങ് കഴിക്കാൻ വേണ്ടിയിട്ട്, നല്ല ചൂടോടുകൂടി തന്നെ കഴിക്കണം വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇല്ലേ 2 മീഡിയം സൈസിലെ കപ്പയായിട്ട് എടുത്തിട്ടുള്ളത്. ഇത് അത്യാവശ്യം ഒരു 3 പേർക്ക് എന്തായാലും കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ട് എടുത്ത് വെക്കാം കേട്ടോ. നല്ല കട്ടൊക്കെ ചെയ്ത് അതൊക്കെ കളഞ്ഞ് നല്ലോണം കഴുകിയിട്ട് അവിടെ മാറ്റി വെക്കാം. പിന്നെ ചെറിയൊരു അരവ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണിപ്പോൾ ഒരു 6-7 ചെറിയ ഉള്ളിയും പിന്നെ ഒരു 3 പച്ചമുളകും ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റിക്കുക. ജസ്റ്റ് ഒന്ന് ഇടിച്ചു കൊടുത്താലും മതി. അതവിടെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ കപ്പ വേവിച്ചെടുക്കാം കേട്ടോ. അതിന് ഞാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുത്ത് അതിലേക്ക് കപ്പയെല്ലാം കട്ട് ചെയ്ത് വൃത്തിയാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. കപ്പ എത്ര എടുക്കുന്ന അളവിലൊരു ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് വെള്ളം വേണം. കുറച്ച് ഇതിൻ്റെ ഒരു 3/4 ഭാഗം വെള്ളം എന്തായാലും ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ പാത്രത്തിൻ്റെ കപ്പ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടില്ലേ, നമുക്കിത് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കാം. കുറേ ആയി പാൽക്കപ്പ പുറത്ത് പോയിട്ട് കഴിക്കണം എന്ന് പറയും. അത് നടക്കുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വീട്ടിൽ തന്നെ ഉണ്ടാക്കി വെക്കാമെന്ന്. അങ്ങനെ കേട്ടോ ഇത് ഉണ്ടാക്കുന്നത്. നമുക്കിതൊന്ന് ഫ്ലെയിം ഓണാക്കിയിട്ട് ഇത് തിളക്കുമ്പോഴേക്കും നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു തേങ്ങാപ്പാലില്ലേ അതൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു ഇളം ചൂട്, ഞാൻ ഫ്രോസൺ തേങ്ങ എടുത്തുകൊണ്ട് തന്നെ ഞാൻ ചൂടുവെള്ളമായിട്ട് ഒഴിച്ചു കൊടുക്കൽ പാലെടുക്കാൻ വേണ്ടിയിട്ട്. നമുക്കിത് 1/4 പാലും എടുക്കാം. 1/4 പാലെടുത്തിട്ട് അതിനെ വീണ്ടും അരച്ചിട്ട് 2/2 പാലും കൂടി മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഇതെല്ലാം റെഡിയാക്കിയിട്ട് അവിടെ മാറ്റി വെക്കുമ്പോഴേക്കും നമ്മളെ കപ്പയില്ലേ നല്ല രീതിക്ക് വെന്തുടഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കി വെക്കണേ നമ്മളെ കപ്പ വെന്തോന്ന്. എൻ്റെ ഇവിടുത്തെ UAE കപ്പ ആയതുകൊണ്ട് അറിയില്ല, കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. 5-6 മിനിറ്റ് ഒന്നുമില്ല, കുറച്ചധികം ടൈം എടുത്തിട്ടുണ്ടായിനി നല്ലോണം ഒന്ന് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു കപ്പൻ്റെ ഇതായിരിക്കും കേട്ടോ വേവുന്നതിൻ്റെ അളവെല്ലാം. ഇതിനിപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഫ്ലെയിമൊന്ന് ഓഫാക്കിയിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് അരച്ചിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഞാനെല്ലാം അരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയുണ്ടല്ല, ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. ഇനി ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഇതൊക്കെ ഇട്ട് കൊടുക്കുക. വേവിച്ച് വെച്ചില്ലേ കപ്പ അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടില്ലേ ചെറിയ ഉള്ളിയും വെളുത്തുള്ളി പച്ചമുളകൊക്കെ അരക്കണ്ട, ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി കേട്ടോ. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാനിപ്പം കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ജ്യൂസിലൊന്ന് ജസ്റ്റ് ചതച്ചെടുത്ത് നമുക്കിത് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക. നമുക്കത് ഒരു പേസ്റ്റ് പോലെ കിട്ടണ്ടേ. ഇങ്ങനെ ഈ കഷ്ണത്തേക്കാൾ ടേസ്റ്റ് അതാണ് കേട്ടോ. അതുകൊണ്ട് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു പരുവാട്ടോ വേണ്ടത്. നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. 1/4 പാലും 2/2 പാലും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതുവരെ ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല. ഇനി ഇതെല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ശേഷം നമുക്ക് ഫ്ലെയിം ഓണാക്കാം. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ, ഒന്ന് ഇതൊക്കെ മിക്സായി വരാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സാക്കി കൊടുക്കുക കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓണാക്കുന്നത്. എൻ്റെ കയ്യിൽ ട്രൈപോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് ശരിക്കും അത് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഉടച്ചിട്ടെല്ലാം മിക്സാക്കി വന്നിട്ടുണ്ട്. ആദ്യം ഫ്ലെയിം നല്ലോണം ഒന്ന് കൂട്ടിയിട്ട് തന്നെ ഇട്ടോ കേട്ടോ. ഇത് തിളച്ച് വരുമ്പോൾ മീഡിയം ടു ഹൈ ഫ്ലെയിമിലാക്കിയാൽ മതി. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലോണം ഇത് കുറുകിയിട്ട് ഒരു പരുവാവും. ഇതിൻ്റെ ഇടയ്ക്കില്ല ഞങ്ങൾക്ക് ഉപ്പെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പ് കുറവുണ്ടായിനി, എനിക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിനി. നമുക്ക് കപ്പൻ്റെ ഉപ്പ് മാത്രമല്ല ഇട്ട് കൊടുത്തിട്ടുള്ളൂ, തേങ്ങാപ്പാലിന് ഉപ്പിട്ടിട്ടില്ലല്ലോ. ഒരു 5 മിനിറ്റ് ചെയ്ത് നമുക്കിത് ഓഫാക്കുന്നത് വരെ ഇത് ഇളക്കാൻ മറന്നൊക്കെ കേട്ടോ. ഇനി ഒരു പാത്രം എടുത്തിട്ടില്ലേ അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ല വെളിച്ചെണ്ണ കേട്ടോ ഒഴിക്കേണ്ടത്, സാധാ സൺഫ്ലവറൊന്നും ഒഴിച്ചൊക്കെയല്ല. ഇതിൻ്റെ നല്ലൊരു മണത്തിന് വെളിച്ചെണ്ണ തന്നെ വേണം. ഇനി ഇതിലേക്ക് ചൂടായി വരുമ്പോൾ ഇല്ലേ കടു പൊട്ടിച്ചെടുക്കുക. കടു പൊട്ടിച്ചെടുക്കാനല്ല, കടു ഇട്ട് കൊടുക്കുക. കടു പൊട്ടി വരുമ്പം 5 ചെറിയ ഉള്ളി കേട്ടോ നേരിയ രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊടുത്തിന്. ഇതിട്ടതിന് ശേഷം ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 6-8 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കില്ലേ കറിവേപ്പില കൂടി എന്തായാലും ഇട്ട് കൊടുക്കേണ്ടതാണ്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിട്ടാണ് ഞാൻ എത്ര നോക്കുന്നു, അപ്പം കറിവേപ്പില കണ്ടില്ല. ഇനി ഇതൊരു ബ്രൗൺ നിറാകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട്
ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് പൊത്തി വെക്കണേ. അതിന് ശേഷം നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ. നല്ല കാച്ചിയ മണാട്ടോ അതിൻ്റെ ഹൈലൈറ്റ്. വെളിച്ചെണ്ണ യൂസാക്കാൻ മറന്നേക്കല്ല. ഇനി ഇതൊരു 2 മിനിറ്റ് ഒന്ന് പൊത്തി വെച്ചിട്ട് നമുക്ക് യൂസാക്കാം കേട്ടോ. ചൂട് തണിയുന്നതിന് മുന്നേ ഇത് കഴിക്കണം. ഞാനിപ്പം ഇത് പൊത്തി വെച്ചതിന് വീഡിയോ എടുക്കുന്നതുകൊണ്ടാട്ടോ അതിനൊന്നും നിൽക്കാത്തത്. ഇനി ഇത് നമുക്ക് നല്ല ചൂടോടുകൂടി കഴിക്കണം കേട്ടോ. നോമ്പൊക്കെ ആയതുകൊണ്ട് ഫസ്റ്റ് തന്നെ കഴിക്കണ്ട, നോമ്പൊക്കെ മുറിച്ചതിന് ശേഷം കഴിച്ചാൽ മതി. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ ഇത് വീഴുന്ന കാണാൻ. ഇത് ഫൂഫൂൻ്റെ വേറൊരു ടൈപ്പ്. എന്തായാലും ഫൂഫൂന് ഈ ടേസ്റ്റ് വരാൻ പോകില്ല. ജസ്റ്റ് കപ്പയൊന്ന് അരച്ചിട്ട് ആക്കുന്നതിൽ നമ്മൾ തേങ്ങാപ്പാലും ജസ്റ്റ് കാച്ചുന്നൊക്കില്ല. അപ്പം നമ്മളെ മലയാളിയൊക്കെ ഇതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അതിനേക്കാളും ഞാനിപ്പം നല്ല കുരുമുളകിൽ വരട്ടിയെടുത്ത ബീഫും ഇതാട്ടാ കോംബോ ആയിട്ട് കഴിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മത്തിക്കറിയോ ഏത് നോൺ വെജ് കറിയോ എല്ലാം കൂടി കഴിക്കാം. എനിക്ക് ഇതിന് ഏറ്റവും ബെസ്റ്റായി തോന്നിയത് നല്ല ഈ ബീഫാണ് കേട്ടോ. ഈ പാൽക്കപ്പ കഴിച്ചില്ലവരൊന്ന് കമൻറ്റ് ഇടണം കേട്ടോ. എത്ര പേര് ഇത് കഴിച്ചിരുന്നു? ഞാൻ ഇതുവരെ ഇത് പുറത്തുനിന്ന് കഴിച്ചിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയിട്ടേ ഞാൻ കഴിച്ചിട്ടില്ലൂ. ടേസ്റ്റ് സെയിം ടേസ്റ്റ് തന്നെ എൻ്റെ ഹസ്ബൻഡ് കഴിച്ചിട്ടുണ്ട്. കാരണം ഇതേ ടേസ്റ്റ് തന്നെ കേട്ടോ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ ഉണ്ടായിന്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള ഇത് കഴിക്കാൻ വേണ്ടി നല്ല രസമുണ്ടായിന് കേട്ടോ. അപ്പം ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒരു ലൈക്കോ ഷെയറോ കമൻറ്റോ എന്തെങ്കിലും തരണേ കേട്ടോ. ഒന്നുമില്ലെങ്കിൽ ഒരു കമൻറ്റെങ്കിലും ഇടണേ. എപ്പം പറയൽ മാത്രമേ ഉള്ളൂ, ആരും ചെയ്യില്ല. ജസ്റ്റ് ഒരു ലൈക്കെങ്കിലും ഇടണം കേട്ടോ. എന്നാൽ ഓക്കെ, ഞാൻ ഇതൊന്ന് വോയിസ് ഇടാൻ കഷ്ടപ്പെടുകയാണ് ഗായ്സ്. മോൻ ഉറങ്ങുമ്പം സൗണ്ട് ഇല്ലാതെ ആട്ടോ ഇത് വോയിസ് കൊടുത്തത്.